IGL ഫ്ലഫി എന്താണ് ഇൻ ഫൈനൽസ്. ദിനൂബ് 5 കില്ല്, ഫ്ലഫി 5 കില്ല്, ബുള്ള് 4 കില്ല്, ഡിവൈന് 4 കില്ല്, അൺബാൻ. ഈ അൺബാൻ ആരാടാ കുറുപ്പേ? മാർവല് മറ്റേ ഡിവൈനോ? മാർവലിന്റെ ഇത് പലപോലും പല പേരിട്ടാണ്ടാണല്ലോ കളിക്കുന്നത്. കോൾ ഗോഡോ? ഗോഡിനൊന്ന് വിളിച്ചാണടാ VC-ലൊന്ന് വരാൻ പറഞ്ഞാണ്. ഉമ്മാര് കോഡ് 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 പറഞ്ഞു. ഡക്കാരിയോ ദക്കോയ ആരാ? ദിക്കോയ. സക്കായി 3 കില്ല്. സത്യ പറയട്ടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ ടൂർണമെന്റ് മിസ്സായ ഒരാള് സത്യം പറയട്ടെ ടക്കായി ആണ്. ടക്കായി കളിക്കേണ്ട ഒരു ടൂർണമെന്റ് ആയിരുന്നു ഇത്. ടക്കായിക്കൊക്കെ കില്ല് എടുത്ത് കൂട്ടാൻ പറ്റാവുന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു ടക്കായിക്കൊക്കെ. ടക്കായി അപ്പോത്തിന് മറ്റേ മണി തൂക്കി ഇവിടെ പോയി ഹോസ്റ്റലില്. എടാ പോലീസുകാരല്ലോ ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. ഇത് പഴയ വീഡിയോ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഗോജോന്റെ വീഡിയോ അല്ലേ? ഗോജോന്റെ വീഡിയോ ഒക്കെ നല്ല വീഡിയോടാ, നന്നായി എഡിറ്റ് ചെയ്യും. ഗോജോന്റെ വീഡിയോ കണ്ടതാ. ഞാൻ കുറച്ചാളായിട്ട് ഏറില്ല ഗോജോ കാരണം. മുഖം ഫുള്ള് വേറെ. ഞാനാണെങ്കിൽ സുനുവിന്റെ അടുത്ത് ഇരിക്കുന്നോണ്ട് നേരെ ഇരിക്കാനും പറ്റിയില്ല. ഞാൻ ബിലാലിന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പുറത്തിരിക്കേ. എന്തുവാടാ കുറുപ്പിരുന്നാണായി സുനുവിന്റെ അപ്പുറത്തിരുന്നപ്പോ കോഹ്ലിയുടെ അപ്പുറത്ത് ഇരിക്കട്ടെ. കുറുപ്പിനെ വിളിച്ചാണ്ട് അപ്പുറത്ത് ഇരുന്നപ്പോ കുറുപ്പ് മറ്റേ ഇയാള് തീട്ടത്ത് ചവിട്ടിയിരിക്കണ. ഞാനാണെങ്കിൽ ഇച്ചിരി മാസം ഇടിച്ചിരിക്കാന്ന് പറഞ്ഞ് വന്നതായിരുന്നു. ശരിക്ക് പുല്ല് ഗാലറിയിൽ ഒരു ഫോട്ടോ ഉണ്ട്. ശരിക്കും ഡിലീറ്റ് ആക്കി കളഞ്ഞ കുറുപ്പും ബിലാലും കൂടി നോക്കണത്. അത് ഇതില് കണ്ടു ഞാന്. ഇതില് കണ്ടു റിയാക്ഷൻ വീഡിയോസിൽ എടാ ഇതില് ഡിലീറ്റ് ആക്കാനുള്ള ആക്സസ് അവന്മാർക്കൊന്നും കൊടുക്കല്ലോ കേട്ടോ. ഇതെന്താ ആകെ എല്ലാം ഡിലീറ്റ് ആക്കിയാ എന്താ പറയാ? ഇതില് ഇപ്പൊ ബിലാലിന്റെ ഇതേമാതിരി അത് തൂറി സാധനം വരുമ്പോ ബിലാൽ ഡിലീറ്റ് ആക്കും. നള്ളിന്റെ വന്ന നള്ള് ഡിലീറ്റ് ആക്കും. ഇല്ല, അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഡ്രേക്ക് വീഡിയോ ഞാനിപ്പോ എവിടെ കണ്ടില്ലല്ലോ. ഡ്രേക്കിന്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് കണ്ടു. പക്ഷെ ഇവിടെ ഞാനത് എവിടെയാണത് കാണാനല്ലോ. ഇതില് ഇതാണത്. ഇത് മാർക്ക് ചെയ്തതാ. ഡ്രേക്കിന്റെ വീഡിയോ ഏതാ? കുറുപ്പേ നീ സ്റ്റാർട്ട് ചെയ്തോ? ഫൈനലി നമ്മൾ ഫോട്ടോ വന്നിട്ടുണ്ട് ഗാലറിയിലെ. ഈ വീഡിയോ കൂടി കഴിഞ്ഞാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യും. നാളെ ഞാൻ നേരത്തെ വരണ്ട്. നാളെ നേരത്തെ വരണ്ട്. നാളെ നമുക്ക് എക്സൽ സിറ്റി കയറാം. RP ചെയ്യാണ്ട് എന്ത് ഗാലറിയിൽ എന്താ അതിന്റെ റബ്ബേ? ഈ പഴയ ഫോട്ടോ ഒക്കെ ആരാടാ കൊണ്ടുവന്നിടണത്? ഇതാരാടാ ഇത്? എവിടുന്നാടാ ഇതൊക്കെ കിട്ടണേ? ഇതൊക്കെ ഏതൊക്കെ ആരെന്നറിയാം. ഇത് നമ്മളെ ഇങ്ങനെ വരിക്ക് കസിൻസ് ആണിത് ഫുള്ള്. അയ്യോ ഇതെല്ലാം ഏത് പുത്തേ ഓൾഡ് മഞ്ചേരി ബോയ്സ് 12 എന്ത് കാലാ. കോൺട്രവേഴ്സി കിങ് ആണ് ഈഗോ. മാർക്കറ്റിംഗ് സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി പിടിച്ചായിരുന്നത് അല്ല. നമുക്ക് മാർക്കറ്റിംഗ് PR ടീം എല്ലാം ഉണ്ടായതുകൊണ്ട്. നോക്കിയ ലൈവില് അതൊരു ഇറ്റലിക്കാരാ. എവിടെ? അഭിലാഷോ? അതാരാ? ഇറ്റലിക്കാരനോ? അറിയില്ല. നോക്കിയ സ്റ്റാൻഡിങ്ങോ? എവിടെ സ്റ്റാൻഡിങ്? എങ്ങനെയുണ്ട്? ഇവനാണോ ഇറ്റാലിയൻ ബിയേഡ് ആക്കിയോണ്ടാണ് ഇവൻ ഇറ്റലിക്കാരനാണ് പറഞ്ഞത്. ചെയ്യുമ്പോഴൊക്കെ നോക്കട്ടെ വേറെ സാധനം ചെയ്യുന്നു. ഞാൻ ചെയ്തു ഓൾറെഡി. ഞാൻ വന്നപ്പോ ചെയ്താണല്ലോ.
എന്ത് കോലാന്നടാ ഇവനൊക്കെ. അവിടെ ഈ മാലിക്കിനൊന്നും ഫുട്ബോൾ കളിക്കാൻ അറിയില്ല. ഇവനൊക്കെ എന്തിനാ പന്തളിക്കാൻ കൊണ്ടുപോയത്? ഇപ്പൊ പിന്നെ ക്രിക്കറ്റ് കളിച്ചിട്ടൊന്നുമില്ല. ഇല്ലേ? പക്ഷെ ഇവന്റെ കമന്ററി ആണ് പുറത്തിരിക്കുന്നു കളി കഴിഞ്ഞപ്പോ എന്ത് ഒരു സാധനം സെൻഡ് ചെയ്ത് വേറൊന്നും കേൾക്കണില്ലല്ലോ. ഗാലറി കടക്കണതാ നോക്കി കടക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നതാ. ഞാൻ എടുത്തിട്ട് ആയി കിടക്കുന്നതാടാ. ഇതെന്താ പ്ലക്കാൻ കൊടുത്തങ്ങാണ്ട് ഡ്രസ്സിനുള്ളിലൊക്കെ ക്യാമറ പോവും. ഡ്രസ്സിനുള്ളിലൊക്കെ ക്യാമറ പോവും. പിള്ളേരൊക്കെ ഇത് കാണാത്തവരുണ്ടോ? ഇത് നമ്മളെ അതെന്ത് കോലാന്നടാ. അതിൽ ഇന്റെ ഒക്കെ അവസ്ഥ കാണണം. അതൊന്നും കൊണ്ടുവന്ന് ഇടല്ലടാ. ആസിമിന്റെ പരിപാടിയാണ്. നമ്മളെ കമ്പനിക്കാരുണ്ട്, ഓന്റെ പരിപാടിയാണ്. അടിയിൽ എന്തായാലും സുനിൽ ഇതൊന്നും ഇഷ്ടമല്ല. അപ്പൊ പിന്നെ എന്തിനാ അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനം നമ്മളിവിടെ വെക്കണേ? മാക്ക് എന്തൊക്കെയാ അതിന്റെ അടിയിൽ ചുള്ളിവില് വന്ന് കൊണ്ടുപോകാൻ നോക്കിയാണ് PS5. അന്ന് എവിടെ ചോദിച്ചിട്ടും കിട്ടണില്ല ഇപ്പൊ കേരളത്തിൽ. കാണിക്കുന്ന എന്ത് അതൊന്നും കാണാത്തൊന്നും ഇല്ലടാ. ഒരു പൊട്ട വീഡിയോ ആണ്. എന്തൊക്കെയാ കാട്ടി വെച്ചിരിക്കുന്നതൊക്കെ. റൂമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ ബിലാലെ? റൂമൊക്കെ സെറ്റ് റൂം. അങ്കു മാക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് മയിലിടാ കുണറക്കാന്ന് ഞാൻ തരാട്ടാ. എന്താടാ ബിലാലെ? താങ്ക് യു ഫോർ ദ 5 സബ്സ്ക്രിപ്ഷൻ മീൻസ് ലോട്ട്. സാബേ കല്യാണത്തിന് വന്നില്ലട്ടാ നിങ്ങള്. മാറ്റി വെച്ചിട്ട് പറ. സാബേ വീഡിയോ മാറ്റി വെച്ചിട്ട് പറ. സാബേ താങ്ക്സ് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. അതന്നെ വെച്ചിട്ടിരിക്കുന്നു. സാബ് ഞാൻ പറയട്ടെ കാര്യം, സാബ് ഒരു ഇത് തുടങ്ങിയാണ് കേട്ടോ. എന്താണ് സിറ്റി ഓഫ് ഇന്ത്യാന എന്ന് പറഞ്ഞാണ്ട് ഒരു RDRന്റെ സെർവർ തുടങ്ങിയാണ്. പറ്റുന്നവരൊക്കെ എല്ലാവരും ആ ഡിസ്കോഡിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്താണ്ട് RDR കളിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ അതിൽ കയറി. എന്താ പറയാ, RDR കയറിയാണ്ടൊന്ന് കളിച്ചു നോക്ക്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണെന്നാണ് പറയണത്. എനിക്ക് പിന്നെ അതൊരു മട്ടം കിട്ടാത്തതുകൊണ്ട് നമ്മളത് കളിക്കാത്തതാണ്. പക്ഷെ കുറേ പേര് കളിക്കുന്നവരുണ്ടടാ. അത് നമുക്ക് പയ്യെ പറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളിച്ചു നോക്കണം ഒരു ദിവസം. ലിങ്ക് ചോദിക്കുന്നടാ ആരെങ്കിലും എടാ. ഡ്രൈക്ക് ഇറക്ക ആ ലിങ്ക് ഒന്ന് ഇവിടെ ഇട്ടാന്നടാ. അതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഡിസ്കോഡിന്റെ അതവിടെ ഇട്ടുണ്ട്. സിറ്റി ഓഫ് ഇന്ത്യാന എടാ ഞാൻ ഇവിടെ ഇട്ടാണ്, ലിങ്ക് ഇട്ടാണ് സിറ്റി ഓഫ് ഇന്ത്യാന എന്ന് പറഞ്ഞിട്ട്. പറ്റുന്നവരൊക്കെ ആ ഡിസ്കോഡിൽ കയറി ജോയിൻ ചെയ്തോ, ഒന്ന് കളിച്ചു നോക്ക്. ഇതൊക്കെ ആരടാ? ഇത് ഞമ്മളെ ലാനാണോ ഇത്? എടാ കുണ്ണേ, നിന്നെ പൊക്കിയടാ നിന്റെ ID. നീയാണല്ലേടാ ഇത്? എടാ ഇന്നെ ഇങ്ങനെ നടത്തിച്ചതാടാ, കാക്കാരമാരി നടത്തിച്ചല്ല. ഞാൻ ഇങ്ങനെ ഒന്നല്ല, ഞാനൊക്കെ ഭയങ്കര മട്ടം പോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നടക്കുന്നതാണ്. പ്ലക്കിങ് ആർജിതൊക്കെ. എടാ ഞാൻ പറയട്ടെ, എനിക്ക് റൂം മൊമെന്റ്സ് ഒക്കെ മിസ് ചെയ്യടാ. റൂം മൊമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൈൻഡിൽ കിട്ടുന്ന ഒരു സംഭവമാണ്, മനസ്സിലായ? റാഗിങ് അതെ. എടാ മുട്ടൊക്കെ കളിച്ചു ടക്കായി എന്ത് നീളാടാ. ടക്കായി അടുത്തുനിന്ന് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും നിക്കാൻ പറ്റൂല. എന്ത് ഇങ്ങനെ നോക്കണ്ടിരും ടക്കായിനെ. ഫോൺ അടിച്ച് കളിക്കായിരുന്നു ടക്കായന. തിരിപ്പിക്കുക നെരുക്കി വിട്ട് നശിക്കി വിട്ട് ശിവകാമി. ഇത് കണ്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഫോൺ അത് വേറെ വെക്കാറില്ലാതെ അവിടെ അറിയിച്ചിരിക്കുന്നത്. കുറച്ച് സമയം പിടിക്കും, മെഷീൻ അല്ലേ? ടക്കായി അല്ലേ? ആ ടക്കായി പോസ്റ്റാണ്. അത് ഭാഗം മേത്തുകൂടെയൊക്കെ പോയി മുട്ട പൊട്ടിച്ചാനും അറിയാതെ നമ്മള് അർജുൻ കൊള്ളർ. അതെ അതെ ബിലാലിന്റെ ഉറക്കം
ബിലാലിന്റെ ഉറക്കം കൂർക്കം വലി ഉണ്ടാവോ എടാ മുട്ട അതല്ല, മുട്ട പൊട്ടിക്കാറായതുകൊണ്ടല്ല. നമ്മള് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും നിങ്ങൾ മന്തിയൊക്കെ പറഞ്ഞു നമ്മൾ മന്തി വെച്ചു തരും. പക്ഷെ ഇതൊന്നും നമുക്ക് അറിയണ പരിപാടിയില്ല. മുട്ട പൊട്ടിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തായി ആ വീഡിയോ ഇട്ടിട്ടില്ല സെൻഡെക്സ് സെൻഡെക്സ് എന്താ വയറ്റിലാണ് അടിച്ചത് ബോള്. വയറിന് കൊണ്ടുണ്ടാവും വണ്ടി അതായിക്കാരം. ജോഷേന്റെ ഉണ്ട് ഇങ്ങനത്തെ ഒന്ന് കാര്യത്തില്. ഇത് എന്താടാ ഇവൻ പല്ലി നാവിട്ടാണ്ട് പാമ്പ് നാവിടുന്ന മാതിരി ഇടുന്ന എന്നുള്ള പ്രായമായിട്ടില്ലട്ടോ ബിലാലെ. ഇത് നോക്കണം നീ. ഇവന് 19 ആ ഇത് പിടിക്കുവേ. ഇത് MBD വരും ഉറപ്പാ. ഇത് MBD പൊക്കും. അതൊക്കെ ഡിലീറ്റ് ചെയ്തോളാ MBD പൊക്കും. സീനായി ചൊറയായി മുത്തേ. അല്ലല്ല പാതിരാത്രിക്കുള്ള കഴപ്പ് കാരണം കിട്ടിയല്ല 3 തൂക്കി MBD തൂക്കി. ആ കിട്ടി നമ്പറൊക്കെ വിസിബിൾ ആയിരിക്കും ശരിക്കും, അത് വേണ്ട. പാതിരാത്രി 3 മണിക്ക് കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടിട്ട് 3 കഴപ്പ് അങ്ങ് തുടങ്ങിയതാ. കോൾഡ് ബൂസ്റ്റ് 3 ചാർലി, ഉസ്മാന്, സെന്നെക്സ്. എന്നിട്ട് ഒരു പോസ്റ്റുമ്മ കയറി. ഇവിടെ ഒരാളി ഉറങ്ങാൻ അയച്ചിട്ടില്ലടാ ഇറക്കാ നീ കുണ്ണെ. ഞാൻ രാവിലെ തന്നെ എത്തിക്കണോടെ. നീ രാവിലെ എത്തിയിട്ട് അവിടെ കടന്നുറങ്ങുന്ന എല്ലാരും വീഡിയോ എടുക്കുന്ന പരിപാടി ആയിരുന്നു നിനക്കല്ലേ. ഇവനൊന്നും നമ്പരുത് കഴിച്ചു ഇറക്കനൊന്നും. ഡ്രേക്ക് വീഡിയോ നമ്മൾ കണ്ടില്ല. സോറി വെയിറ്റ് ചെയ്യും. ഞാനത് ഓൾറെഡി കണ്ടതാ. നിങ്ങൾ കാണാത്ത വീഡിയോ. നമ്മൾ ആരാണോ ആക്ടിവിറ്റി കാണിച്ച് ആ പറയുന്ന റിക്വയർഡ് റിസൾട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഗ്യാങ്സിലോട്ട് കൊടുക്കാനാണ് നമ്മുടെ തീരുമാനം. ഗ്യാങ് എന്തായാലും നമ്മൾ ഫോം ആക്കി എടുക്കും. അത് ഞാൻ നിങ്ങൾക്ക് തന്നെ ഉറപ്പാണ്. 24 പേര് ഒറ്റ വട്ടം പോലും. നല്ല വീഡിയോ നല്ല ഫ്ലോയില് പോണ ഒരു വീഡിയോ. ഞങ്ങൾ ഷെയ്ക്കിന്റെ കൂടെയാണെന്ന് പറഞ്ഞു കണ്ട് 24 പേര് വന്നു. അപ്പോൾ RC7 431 പോയിന്റ് ആയിട്ടുള്ളൂ. കംപ്ലീറ്റ്ലി ഗ്യാങ് ഫോം ആവാത്തത് നമ്മളെ മാത്രം മിസ്റ്റേക്കാണ്. ഇനി RC7 ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്യാങ് ഫോം ആക്കാൻ വേണ്ടി ഈ ഒരു ടൈമില് ചെവി കേക്കാൻ ഇത് ഫുള്ള് സൗണ്ടില് ചെവിയിലല്ലേ കേക്കണില്ല. എന്താണ് ഇതൊന്നും ഇപ്പൊ കഴിയൂല. എന്താണ് ഇതൊന്നും ഉണ്ടാവിക്കവിടെ സമയത്ത് 10 നിർത്തി. കുറുപ്പ് ലൈവ് അടങ്ങിയിട്ട് കുറുപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്തോ? കുറുപ്പൊക്കെ പോയാ നിന്നെ വിളിക്കുന്ന ലൈവില്. ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ. എന്നാ പോടുന്നത്. എന്നാ പിന്നെ ഈ റൂമൊക്കെ ഇഞ്ഞ് വരരുതല്ലോ. എന്നെ കാണിച്ചു തരാം. എന്ത് ഇമ്മടാ, ഒരു ഇമ്മില്ല. ഇജ്ജ് പോയിക്കാ. ഭൂമിയായിട്ട് RP ചെയ്യാണ്ട്. എന്താണ് നിക്ക് ഇല്ല ഞാൻ പറയണേക്ക്. ഇജ്ജിപ്പോ പോയി കടന്നുറങ്ങി. ഞാൻ കുറച്ചേരം കൊണ്ട് കജു വരണെങ്കിൽ സിനിമാറ്റിക്സ് ഒക്കെ ചെയ്യാണ്ട് നിങ്ങൾ ഇമ്മിടണ്ടെന്ന് ആവശ്യമില്ല. മനസ്സിലായോ? അതൊന്നുമില്ല. ഞാനിത് വേറെ ഒരു രീതിക്ക് തന്നെ ബിൽഡ് ചെയ്താണ്ട് എനിക്ക് കൊണ്ടുപോകാൻ എനിക്കറിയാം. പക്ഷെ ഇത് ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകും. ഇത് ഗ്യാങ് എന്തായാലും ആവുന്ന ഒരു ടൈം വരുമല്ലോ. ഈ ടൂർണമെന്റിൽ അണ്ടർറേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു PvP ടീം ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തതൊക്കെ വെറുതെ കക്കായിന്റെ ഒറ്റ കളി കൊണ്ടാണ് നമ്മൾ ഫൈനലിൽ കയറിയത്. എല്ലാവരും കളി കാണും. 4 കിലോട് കൂടി 4 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ഈ ഒരു ഫൈറ്റ് എന്തായാലും അവർക്ക് എടുത്ത് ജയിച്ചേ പറ്റുള്ളൂ. RS7 ഇല്ല. RS7 2 പ്ലേയേഴ്സും നോക്ക് ആയിട്ടുണ്ട്. ലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു മാധവനുണ്ണി. Here we go. The final result is and top 3 ലേക്ക് RS7ന്റെ ലൈനപ്പ് വന്നിരിക്കുന്നു 79 പോയിന്റോട് കൂടി. സീരിയസ്ലി ഡബ്ല്യു ഗൈസ് ഭയങ്കര പ്രൗഡാണ്. ഇങ്ങനെ ഒരു കുറഞ്ഞ ഷോർട്ട് ടൈമിൽ നമ്മളൊരു ഗ്യാങ് ഫോം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലാകെ 2-2.5 മാസം ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ഗ്യാങ് തുടങ്ങിയിട്ട് സ്റ്റിൽ ടോപ്പ് ടയർ എന്നുള്ള ഒരു രീതിയിൽ നമ്മളെ ഗ്യാങ്ങിന്റെ പേര് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ പുറത്തിരുന്ന് കാണുന്ന നിങ്ങളെ ഒരാൾക്കും എന്താ പറയാ ഇത് നിങ്ങൾക്കിത് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാനോ കഴിയില്ല. നമ്മളിത് ഇറങ്ങി കളിച്ച ഒരാൾക്കാർ എന്നുള്ള രീതിയിൽ പറയാം.
ഭയങ്കര ടഫാണ് ഈ ഒരു ടൂർണമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഈസി ആയിട്ടൊന്നും അങ്ങനെ പോയിക്കാണ്ട് അങ്ങോട്ട് വാറിനോ അല്ല നമ്മൾ പ്രീ വാറിനോ കളിക്കുന്ന പോലെ പോയാണ്ട് കളിക്കുന്ന ഒരു കളിയല്ല ഇത്. ഭയങ്കര കോർഡിനേഷനിൽ അത്രയും വെയിറ്റ് ചെയ്ത് ഓരോ സംഭവം അത്രയും ഇരുന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെ കളിക്കേണ്ട ഒരു കളിയാണ് ഈ ടൂർണമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു മാപ്പും ഈ ഒരു സംഭവം അതിൽ ടോപ്പ് 3 അതും ബോട്ടം അടിയിലെ 11th ടീമായി നിന്ന് നമ്മൾ #3 എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ടു ഈസി ബ്രോ. അത് സീരിയസ്ലി അവർ അത്രയും നന്നായി കളിച്ചുകൊണ്ട് മാത്രമാണ് അതെത്തിയത്. ഫിൽ ചെയ്യാൻ പോകുന്ന ഗ്യാങ് ഞാൻ പറയണ്ടല്ലോ, ആദ്യത്തെ 3 എലൈറ്റ് ഗ്യാങ്സ് എന്ന് പറയാൻ പോകുന്നത് TVA, RC7 and KV. ആൻഡ് ഫൈനലി നമ്മൾ കൊള്ളാം. നല്ല വീഡിയോ ഞാൻ ഓൾറെഡി ഇത് കണ്ടതാ. തുടങ്ങി ഇവന് എമിക്സിന് ഇനി ഒന്നും ഉണ്ടല്ലേ. അപ്പം ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, അടി ഉണ്ടാവുക. ഇതാണ് ഇത് ഏത് ഹോസ്പിറ്റലടാ? ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ്. ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഹോസ്പിറ്റലില്? പപ്പു അല്ലേ ഇത്? ഇവര് എന്നിട്ട് പോയി. ഇവിടെ അധികം ആൾക്കാർ നിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോയി. മുനിബ്രോ ആണ് ഫുള്ള് മുനിബ്രോ ആ ആക്സിഡന്റ് പറ്റിയപ്പോ തൊട്ട് അത് വീട്ടിൽ കൊണ്ട് കിടത്തണ വരെ ഫുൾ ടൈം ചാർലിയുടെയും സെൻഎക്സിന്റെ ഒപ്പം നിന്നിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് A to Z എല്ലാ കാര്യങ്ങളും, ഇഞ്ചക്ഷൻ അടിക്കാനും എക്സ്റേ എടുക്കാനും ബില്ലടയ്ക്കാനും എല്ലാ ബില്ലും മുനിബ്രോ അടച്ചാണ്. ഇപ്പൊ നമ്മളൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല. ഫുള്ള് കാര്യം പേയ്മെന്റ് മുന്നു കൊടുത്തോ? പേയ്മെന്റ് ഒക്കെ അവിടെ എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ സമ്മതിക്കണില്ല. ഫുള്ള് പുള്ളിയാണ് ചെയ്തത്. ഇല്ല ഞാൻ പറയണ്ടടാ, അവിടെ വന്നാണ്ട് എന്തിനാണ് ഓനെ കൊണ്ട് കൊടുപ്പിച്ചത്? അത് എനിക്ക് വിളിച്ചുവിടായിരുന്നു. എന്താ എന്റെ അടുത്ത് അല്ല, പറയുന്നത്? നമ്മളെ സമ്മതിക്കണില്ല. ഫുള്ള് ആള് ചെയ്ത് ആളെല്ലാ കാര്യങ്ങളും. ചാർലിക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ആക്സിഡന്റ് പറ്റിയ പിന്നെ ചാർലി ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ചാർലിയുടെ ഫുള്ള് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്ത് മുനിബ്രോ. എന്താണെന്നറിയില്ല, നമുക്ക് അത്രയും നല്ലൊരു ഗാർഡിയൻ ലെവലിൽ കിട്ടിയ ആളെ. മുനു ഞാൻ പറയട്ടെ, നിങ്ങളത് നോക്കണ്ട. മുനു അങ്ങനെ MRC അങ്ങനെ ഇതൊന്നും ഇല്ല. മുനു ഏറ്റവും കൂടുതൽ അതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയി നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കമ്പനിയുള്ള ഒരാളൊക്കെ മുനു ആണ്. ഞാൻ പറയട്ടെ, 0 ലെവൽ ഈഗോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സാധനം ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് മുനു മാത്രമാണ്. മുനു ഈസ് ഓൾവേസ് ജം. സത്യം. അത് ഞാൻ മുമ്പ് എൻ്റെ സ്ട്രീമിങ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ ഒരു സംഭവം. സ്ട്രീമിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അതിൻ്റെ വീട്ടിലവിടെ ഗ്യാങ് ഹൗസിൽ പോയി വന്ന ഉടനെ ഞാൻ പറഞ്ഞതാ മുനു ഒരു ജമ്മാണെന്നുള്ളത്. ഞാനത് അന്നേ പറയാൻ കാരണം എന്താ, അത് ഞാൻ പറയാം, നിങ്ങളൊരു ആ ഒരു വീട്ടിൽ കയറി ചെന്ന് അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ് ഹൗസിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കാര്യങ്ങളിലായിട്ടും അന്ന് തൊട്ടേ ബിസി ആയിരുന്നു. മനസ്സിലായോ? എന്താ പറയുക, അപ്പം ഷമീറാണെങ്കിൽ ഓരോ തിരക്കായിരിക്കും. എന്താ പറയുക, ജാസി ഓലതായ തിരക്ക്, അല്ലെങ്കിൽ കുറേ പേര് കോണ്ടന്റ് ഉണ്ടാക്കാൻ പോകും, അല്ലെങ്കിൽ കുറേ പേര് ഉറങ്ങുമായിരിക്കും. പക്ഷെ അപ്പോഴും സ്റ്റിൽ നമ്മൾ നമ്മളെ ആൾക്കാരെ ആകെ മൈൻഡ് ചെയ്യാനും നമ്മളെ ടേക്ക് കെയർ ചെയ്യാനും നമ്മളെ പാമ്പർ ചെയ്യാനും അവിടെ അന്നേ നോക്കിയതും എല്ലാവരുടെ കാര്യങ്ങളും അവിടെ നോക്കണതൊക്കെ മുനു മാത്രമാണ്. അത് എത്രയൊക്കെ പറഞ്ഞാലും മുനുവിന്റെ ഞാൻ പറയാം, അതിൽ ആരെ പോലെയല്ല മുനു. മനസ്സിലായോ? മുനു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് OG ഗായി ആണ്. പുലർച്ചെ രാവിലെ 8 മണിക്ക് വന്ന രാത്രി പോയിട്ട് രാവിലെ 8 മണിക്ക് വന്ന 8 മണി വരെ 10 മണിയായി. 10 മണി വരെയൊക്കെ 10 മണി ആള് ഉറങ്ങിയിട്ടില്ല. അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ ആള് കല്യാണത്തിന് വന്ന് ഫുള്ള് നേരം ഹോസ്പിറ്റലിൽ നിന്നിട്ട് ആള് രാവിലെ 11 മണിക്ക് ആകുമ്പോഴേക്കും കല്യാണത്തിന് വന്ന്. പുള്ളിയുള്ള കാരണം പകുതി കാര്യങ്ങൾ പുള്ളിയെ നോക്കിയത്. അതെ, ഇതെന്താന്ന് ചോദിക്കുന്നവരോട് ചാർലി ബൈക്കുമെന്ന് ആക്സിഡന്റ് ആയിരുന്നു. കുറെ പേര് കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. ചാർലി ബൈക്കുമെന്ന് ആക്സിഡന്റ് ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് ലൈവ് കാണൂല. ഞാൻ PC ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാട്ടാ. സ്പീഡാക്കി ഇത് നിർത്തിയിട്ട് വേണം പോവാന്. നീ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ നീ 5 മിനിറ്റ് ഹോൾഡ് ചെയ്യോ എങ്ങനെയും പറഞ്ഞോണ്ടാ എന്തോ പറ്റിയ വളവ് കളിച്ചു തോന്നുന്നുണ്ട്. വളവ് കളിച്ചതാണോ? മാലിക്കാന്ന് വാക്കുപാട്ടിയായിരുന്നു. അപ്പൊ
എന്റെ ഉമ്മടാ. ഞാൻ പറയാം ടൂർണമെന്റിലെ ഏറ്റവും എപ്പിക് സൈഡായിരുന്നു കേട്ടോ ഇത്. സീരിയസ്ലി ഇത് നല്ല ഇവരെ കമന്ററി ആണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. അതെന്തൊക്കെ അത് ഞാൻ ഓൾറെഡി ഞാൻ ലൈവില് മുമ്പ് ആരെയോ ലൈവില് ഞാൻ പറഞ്ഞു, എന്റെ ലൈവിലല്ല വേറെ ആരെയോ ലൈവില് ഞാൻ പറഞ്ഞതായിരുന്നു ഓൾറെഡി. ഈ ടൂർണമെന്റ് അത് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ലെങ്കിൽ ഒരു ഇതല്ല. ഫ്ലോ അങ്ങനെ എന്താ പറയാ ഒരു പ്രശ്നമല്ലാതെ സ്മൂത്തായിട്ട് റണ്ണാക്കിയ അതിന്റെ ബാക്ക് എൻഡിൽ എത്ര പേരുണ്ടാവും അറിയോ? ഇത് നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ വിചാരം ഇത് ഒരു 1 lakh പ്രൈസ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 lakh കൊണ്ട് തീരണം അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് എടുത്താൽ തീരണതൊന്നും അല്ല. അത് 20K സ്പോൺസർ ചെയ്ത് അത് കൊടുത്തിട്ടില്ല, അത് കൊടുക്കണം. അത് എൻ്റെ അടുത്ത് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഈ കല്യാണത്തിന്റെ തിരക്ക് കൂടി ഞാനത് വിട്ടതായിരുന്നു. അത് കൊടുക്കണം, അത് നാളെ കോൺടാക്ട് ചെയ്തിട്ട് ആരാഴ്ച നോക്കിയിട്ട് കൊടുക്കണം. ഇത് ഉറപ്പം ഞാൻ പറയാം, ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്ത് നടത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 4 to 5 lakhs അടുത്ത് പോൽക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും, കൺഫേമാ. ഇത് ഓൾറെഡി ഇത് കുറെ പേർക്ക് അറിയത്തുണ്ട്. ഇത് മുമ്പ് നമ്മളിത് നടത്തണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ വേറെ അങ്ങനെ മൈജിയൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അതിന് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആ ഒരു എമൗണ്ട് വരും. അത് കംപ്ലീറ്റ്ലി ഈഗിളിന്റെ കയ്യിൽ നിന്ന് ഇട്ടുകാണ്ട് ചെയ്ത ഇവന്റാ. നല്ല എമൗണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഉറപ്പാ. ഈ പുറത്തുള്ള പ്രൈസ് പൂള് നോക്കണ്ട, പ്രൈസ് പൂള് മാത്രമൊന്നും ആവില്ല, നല്ലൊരു എമൗണ്ട് എന്തായാലും പുള്ളിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അത് സ്റ്റിൽ സക്സസ് ആക്കി എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡബ്ല്യു ടൂർണമെന്റ് ആയിരുന്നു. സീരിയസ്ലി ഒരുപാട് പേരെ പൊട്ടൻഷ്യൽ പുറത്ത് കാണിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതേപോലെ നമ്മൾ ഓഡിയൻസ് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അതൊന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഇതായിരുന്നു. എക്സ്പോസർ കണ്ട മൈനറിന് പൈസ തരാൻ വേണ്ടിട്ട് ഇവിടെ കണ്ട ചെറുതരണ്ടെന്നാ ബിലാലൊക്കെ പറയട്ടടാ ഫുള്ള് ടെണ്ണമ്മല മാന്യന്മാരെ കുറിച്ച് അവരാകും മാന്യന്മാരോ. അയ്യോ സെർവർ RC7 ഗ്യാങ് ആക്കുമോ? അവർക്ക് ഗ്യാങ് വീസിങ് ഗ്യാങ് സെറ്റ് ഒക്കെ ഓപ്പൺ ആക്കി കൊടുക്കാം. അത് പാക്കറിന് ചോദിച്ചായിരുന്നു, അത് ഓപ്പൺ ആക്കി കൊടുക്കാം. അവർക്ക് വേണമെങ്കിൽ ഗ്യാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇപ്പൊ കയറിയാലും ആക്ടിവിറ്റി പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായത്. നമ്മൾ സിറ്റിയിൽ കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? സെർവർ ലോഞ്ച് ആയി എല്ലാം ഒന്ന് പ്രോപ്പർ ആവട്ടെ, അപ്പോഴേ നിങ്ങൾക്കും അത് എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല എന്താ ചുമ്മാ ഇരുന്ന് കണ്ട് ഇതാക്കിയിട്ട് എന്തായാലും മതിടാ. ഞാൻ മതി നീ അവിടെ വന്നു കഴിഞ്ഞാല് എന്തൊരു സന്തോഷാടാ കുണ്ണേ നിനക്ക്. ഗോഡിനൊന്നും ഇത്ര നേരമായിട്ട് ഇവിടെ ഒരാളോട് വിളിച്ചാൽ പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. കുറിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്താണ്. ഫ്ലഫി 144 ആദിവേലുവോ? ആണോ? അല്ലല്ല, ഫ്ലഫിനെ ആദിവേലുവിന്റെ പോലെ ഉണ്ടോ കാണാന്? ഇല്ല, ഫ്ലഫിനെ എങ്ങനെ ആദിവേലുവിന്റെ പോലെ? ഇല്ലല്ല.